കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യമുള്ളതായ കാര്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും പഠിക്കുവാൻ സാധിക്കുക, ദൈവത്തോട് കൂടെ സമയം ചിലവഴിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. ദൈവവചനത്തിൽ നിന്നും പഠിക്കുന്നതിനായി വീണ്ടും നമുക്ക് ദൈവം ഒരവസരം കൂടെ തന്നിരിക്കുകയാണ്. ഞാൻ നിങ്ങളെ ഈ വേദ പഠന പരിപാടിയിലേക്ക് കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ കർത്താവേ, നിൻ്റെ വചനത്തിൽ നിന്ന് പഠിക്കുമ്പോൾ അവിടുന്ന് അടിയങ്ങളോട് കൂടെ ഇരുന്ന് അടിയങ്ങളെ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ അപ്പോസ്തലനായ പത്രോസിൻ്റെ ആത്മീക ജീവിതത്തിലെ തകർച്ചയെക്കുറിച്ച് അഥവാ വീഴ്ചയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയുണ്ടായി. അപ്പോസ്തലനായ പത്രോസിൻ്റെ ജീവിതത്തിലെ ആത്മീക പതനത്തിന് 7 പടികൾ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞത് ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഒന്നുകൂടെ പറയാം. അവിശ്വാസം എന്നതായ പടിയിലാണ് അപ്പോസ്തലനായ പത്രോസിൻ്റെ വീഴ്ച ആരംഭിച്ചത്. അവിശ്വാസം, വീമ്പ് പറച്ചിൽ, ഉറക്കം, ആക്രമണ സ്വഭാവം, അകൽച്ച, അതായത് ദൈവവുമായിട്ടുള്ളതായ അകൽച്ച, പാപികളോടുകൂടെയുള്ളതായ ഇരിപ്പ്, അവസാനം കർത്താവായ യേശു ക്രിസ്തുവിനെ, ജീവൻ്റെ നാഥനായ ക്രിസ്തുവിനെ എനിക്കറിയില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് പത്രോസ് എത്തിച്ചേർന്നു എന്ന് ഉള്ളതാണ് നമ്മൾ പഠിച്ചത്. അതായത് അവൻ്റെ വീഴ്ച എന്ന് പറയുന്നത് ഏറ്റവും പൂർണ്ണമായിരുന്നു. 7 പ്രാവശ്യം 7 പടികളിൽ കൂടെ അവൻ കടന്നുപോയി പൂർണ്ണമായും ആത്മീക തകർച്ചയിൽ അകപ്പെട്ടു. നാം ചിന്തിക്കേണ്ടതായ ഒരു കാര്യം, ഒരു ക്രിസ്ത്യാനി, ഒരു ദൈവ പൈതൽ ഒരാടിനെ പോലെയാണ്. ദൈവ പൈതലിനെ ദൈവത്തിൻ്റെ വചനം ആടുകളുമായിട്ടാണ് ഉപമിക്കുന്നത്. ഒരാട് ചേറിലേക്ക് വീഴും, പക്ഷെ അവിടെ കിടക്കത്തില്ല. അത് അവിടെ നിന്നും എഴുന്നേറ്റ് എത്രയും വേഗം ഓടിപ്പോകും. അതുപോലെയല്ല വേറെ ചില ജീവികൾ. നമുക്കറിയാം, പന്നി, എരുമ പോലെയുള്ളതായ ജീവികൾ എത്രമാത്രം ചേറിൽ കിടക്കാൻ സാധിക്കുന്നുവോ അത്രമാത്രം സന്തോഷം അനുഭവിക്കുന്നതായ ജീവികളാണ്. ആട് അതുപോലെയല്ല. ആട് എത്രയും വേഗം ചേറിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ ആഗ്രഹിക്കുന്ന ജീവിയാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം ദൈവമക്കളെ ആടുകളോട് ഉപമിച്ചിരിക്കുന്നത്. പത്രോസിൻ്റെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. ഒരു ദൈവ പൈതൽ വീഴും, പക്ഷേ അവിടെ കിടക്കത്തില്ല. പത്രോസ് വീണു, പക്ഷേ പത്രോസ് അവിടെ കിടന്നില്ല. പത്രോസിൻ്റെ പുനഃസ്ഥാപനം അല്ലെങ്കിൽ പത്രോസിൻ്റെ തിരിച്ചുവരവ് എന്നുള്ളതായ വിഷയമാണ് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്. സങ്കീർത്തനം 37:24 നാം ഇപ്രകാരം വായിക്കുന്നു: അവൻ വീണാലും നിലംപരിചാകയില്ല, യഹോവ അവനെ കൈപിടിച്ച് താങ്ങുന്നു. ദൈവമക്കൾ വീഴത്തില്ല എന്ന് ദൈവവചനത്തിൽ എങ്ങും തന്നെ നാം കാണുന്നില്ല. ഒരു ദൈവപൈതലായി കഴിഞ്ഞാൽ, സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ, സഭയിൽ പോയി കഴിഞ്ഞാൽ, പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, വേദപഠനം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതമെല്ലാം പെർഫെക്റ്റായി ഒരു തെറ്റും ചെയ്യത്തില്ല എന്ന് ദൈവത്തിൻ്റെ വചനത്തിലില്ല. നാം തെറ്റുകളിൽ അകപ്പെടാം, നമുക്ക് പരാജയങ്ങൾ സംഭവിക്കാം, വീഴ്ചകൾ സംഭവിക്കാം. എന്നാൽ അവൻ വീണാലും, ദൈവ പൈതൽ വീണാലും നിലംപരിചാകത്തില്ല, തകർന്നു പോകത്തില്ല, എഴുന്നേക്കാൻ പറ്റാത്തതായ ഒരു അവസ്ഥയിലേക്ക് ഒരിക്കലും എത്തിച്ചേരത്തില്ല. കാരണമുണ്ട്, യഹോവ അവനെ കൈപിടിച്ച് താങ്ങുന്നു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. മീഖാ പ്രവചനം അതിൻ്റെ 7-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: വീണു എങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. എൻ്റെ ശത്രുവേ, എന്നെ നോക്കി നീ പുഞ്ചിരിക്കണ്ട, എന്നെ നോക്കി നീ സന്തോഷിക്കേണ്ട, എൻ്റെ വീഴ്ചയിൽ നീ ആനന്ദിക്കേണ്ട. കാരണം വീണു എങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. ഞാൻ ഇരുട്ടത്തിരുന്നാലും യഹോവ എനിക്ക് വെളിച്ചം ആയിരിക്കുന്നു എന്ന് മീഖാ പ്രവചനത്തിൽ നാം വായിക്കുന്നു. അപ്പോസ്തലനായ പത്രോസിൻ്റെ വീഴ്ചയ്ക്ക് 7 പടികളുണ്ടായിരുന്നതുപോലെ അവൻ്റെ പുനഃസ്ഥാപനത്തിനും അവൻ ദൈവവുമായുള്ള ബന്ധത്തിലേക്കുള്ളതായ തിരിച്ചുവരവിനും 7 പടികളുണ്ട്. അതിൻ്റെ 1-ാമത്തെ പടി അഥവാ 1-ാമത്തെ സ്റ്റെപ്പ് ഞാൻ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് വായിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 32-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു, യേശു ക്രിസ്തു അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. കർത്താവായ യേശു ക്രിസ്തു പത്രോസിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ശീമോനെ, ശീമോനെ, സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടുന്നതിന്
കൽപ്പന ചോദിച്ചു. ഞാനോ നിൻ്റെ വിശ്വാസം പൊയ്പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. കർത്താവായ യേശു ക്രിസ്തു ശീമോന് വേണ്ടി അപേക്ഷിക്കുകയാണ്. എന്തിനാണ് അപേക്ഷിക്കുന്നത്? അവൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ട് പോകാതിരിക്കാൻ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ വിശ്വാസം തകർന്നു പോകാതിരിപ്പാൻ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, പിതാവിൻ്റെ സന്നിധിയിൽ അപേക്ഷിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? അതെ, കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പിതൃസന്നിധിയിൽ അപേക്ഷിക്കുന്നവനാണ്. യേശു ക്രിസ്തു നാം തകർന്നു പോകരുത് എന്നാഗ്രഹിക്കുന്നവനാണ്. 22:61 വാക്യത്തിലേക്ക് ഞാൻ പോകട്ടെ. അവിടെ പറയുന്നത്, അപ്പോൾ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി എന്നാണ്. യേശു ക്രിസ്തു പത്രോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു തിരിഞ്ഞ് പത്രോസിനെ നോക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും യേശു ക്രിസ്തുവിൽ നിന്നൊരു നോട്ടം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നൊരു നോട്ടം ലഭിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ആത്മീക ജീവിതത്തിൽ നിന്നുള്ളതായ തകർച്ചയിൽ നിന്നുള്ളതായ എഴുന്നേൽപ്പിൻ്റെ ആദ്യ പടിയാണ്. നാം ഉയർത്ത് എഴുന്നേറ്റ് വരുവാൻ, തകർന്ന അനുഭവത്തിൽ നിന്നും എഴുന്നേറ്റ് വരുവാൻ യേശു ക്രിസ്തു നമ്മെ നോക്കേണ്ടത് വളരെയധികം ആവശ്യമാണ്. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത് വളരെ അധികം ആവശ്യമാണ്. പത്രോസിൻ്റെ തിരിച്ചുവരവിൻ്റെ 2ാം പടി എന്ന് പറയുന്നത് പത്രോസിൻ്റെ കരച്ചിലാണ്. 1ാമത്തെ പടി യേശു ക്രിസ്തു അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവനെ നോക്കുന്നു. 2ാമത്തെ പടി എന്ന് പറയുന്നത് അവൻ്റെ കരച്ചിലാണ്. നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുമായിരിക്കും, കരച്ചിൽ കൊണ്ട് കരഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ക്രിസ്ത്യാനിയായി മാറുന്നതെന്ന്. തീർച്ചയായും കരയാത്ത ഒരു വ്യക്തിക്ക് ക്രിസ്ത്യാനിയായി മാറാൻ സാധിക്കത്തില്ല. കരയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ തക്കവണ്ണം സാധിക്കത്തുള്ളൂ. പ്രാർത്ഥിക്കുമ്പോൾ ദൈവവുമായി സംസാരിക്കുന്നതായ അവസ്ഥയിൽ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്നതായ അനുഭവം ദൈവമക്കൾക്കുണ്ട്. കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ദൈവവുമായിട്ടുള്ളതായ അവരുടെ ഏറ്റവും അടുത്ത ബന്ധത്തെ കാണിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പത്രോസ് കരഞ്ഞു, പത്രോസ് മാനസാന്തരപ്പെട്ടു, പത്രോസിന് കുറ്റബോധമുണ്ടായി. ലൂക്കോസ് 22:62 വാക്യത്തിൽ പുറത്തിറങ്ങി, പത്രോസ് പുറത്ത് ഇറങ്ങി അതിദുഃഖത്തോടെ കരഞ്ഞു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ പ്രിയ സഹോദര സഹോദരി, നമ്മുടെയൊക്കെയും ജീവിതത്തിൽ തകർച്ചകളും പരാജയങ്ങളും തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. നാം മനുഷ്യരെ പരിഹസിക്കാറുണ്ട്, നാം മനുഷ്യരെ തള്ളിപ്പറയാറുണ്ട്. പക്ഷേങ്കിൽ തള്ളിപ്പറഞ്ഞതിന് ശേഷം, പരിഹസിച്ചതിന് ശേഷം എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ആ കുറ്റബോധമുണ്ടായിട്ട് കരയുവാൻ തക്കവണ്ണം നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നാം പ്രാർത്ഥനയിൽ കരയാറുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കുമ്പോൾ അത് നാണക്കേടായി ഞാൻ ഒരു തെറ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കി ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ നമുക്ക് എപ്പോഴെങ്കിലും സാധിച്ചിട്ടുണ്ടോ? അതോ ദൈവസന്നിധിയിൽ വന്നിരുന്ന് കരയുന്നത് ഒരു നാണക്കേടായിട്ടാണോ നാം കരുതുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടതായി ഇരിക്കുന്നു. മാനസാന്തരത്തിലേക്ക് വരിക എന്നുള്ളത് ദൈവരാജ്യത്തിലേക്കുള്ള കടക്കുന്നതിൻ്റെ ആരംഭ പടിയാണ്. മാനസാന്തരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഞാൻ വായിക്കട്ടെ. അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി എന്ന് മത്തായി 4:17 നാം വായിക്കുന്നു. സഹോദരൻ പിഴച്ചാൽ അവനെ ശാസിക്കുക, അവൻ മാനസാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിക്കുക. പത്രോസ് മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വന്നു. മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുന്നതായ ഒരു വ്യക്തിക്ക് ക്ഷമ തീർച്ചയായും ലഭിക്കും. അവൻ മാനസാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിക്കുക. ലൂക്കോസ് 17:3. യെശയ്യാ പ്രവചനം 30:15 നാം വായിക്കുന്നത്, ഇസ്രായേലിൻ്റെ പരിശുദ്ധനായി യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, മനം തിരിഞ്ഞു അടങ്ങിയിരുന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. മനം തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് അടങ്ങിയിരുന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. അപ്പോസ്തല പ്രവൃത്തി 3:19, ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടുന്നതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ എന്ന് പറഞ്ഞിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 3:3, ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെ എന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. റോമാലേഖനം 2:4, അല്ല ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവൻ്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ. റോമർ 2:4. 2 കൊരിന്ത്യർ
7:9 നിങ്ങൾ ദുഃഖിച്ചതിനാലല്ല മാനസാന്തരത്തിനായി ദുഃഖിച്ചതിനാൽ അത്രേ എന്ന് പറയുന്നു. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്നും നീക്കിക്കളയുകയും ചെയ്യും. വെളിപ്പാട് പുസ്തകം 2:5. മാനസാന്തരത്തിലേക്ക് വരിക, ചെയ്തു പോയതായ തെറ്റിനെ ഓർത്ത് അനുതപിക്കുക, കരയുക എന്നുള്ളത് പത്രോസിൻ്റെ ജീവിതത്തെ ആത്മീകമായി ഉയർത്തി. പടിപടിയായി പത്രോസ് ഉയർന്നു വരികയാണ്, യേശുക്രിസ്തുവിൻ്റെ ഭാഗത്തേക്ക് അടുക്കുകയാണ്. അവൻ്റെ മൂന്നാമത്തെ പടി, പത്രോസിൻ്റെ തിരിച്ചുവരവിൻ്റെ മൂന്നാമത്തെ പടി എന്ന് പറയുന്നത് നാം യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. ഇരുവരും ഒന്നിച്ച് ഓടി. മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗത്തിലോടി ആദ്യം കല്ലറയ്ക്കൽ എത്തി എന്ന് കാണുന്നു. വേഗത്തിൽ യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക്, യേശുക്രിസ്തുവിനെ വെച്ചിരിക്കുന്നതായ സ്ഥലത്തേക്ക്, അവനെ കല്ലറയിലാക്കിയിരിക്കുന്നു. ആ കല്ലറയുടെ അടുത്തേക്ക് പത്രോസ് ഓടുകയാണ്. നിങ്ങൾക്കറിയാമോ, അപ്പോസ്തലനായ പത്രോസ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഏറ്റവും അധികം ക്രിസ്തുവിനെ സ്നേഹിച്ച ശിഷ്യൻ എന്ന് അറിയപ്പെട്ടിരുന്നതായ ഒരു വ്യക്തിയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും അടുത്തതായ 3 ശിഷ്യന്മാരിൽ, ഏറ്റവും അടുത്ത 3 ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു പത്രോസ്. ഇപ്പോൾ പത്രോസ് യേശുക്രിസ്തുവിൻ്റെ കല്ലറയിലേക്ക് ഓടുകയാണ്. സഹോദരീ സഹോദരന്മാരെ, ഞാൻ ചോദിക്കട്ടെ, ഇന്ന് പകൽക്കാലം, ഈ നൂറ്റാണ്ടിൽ നാം ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം ഓടുന്നത് എന്തിനു വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണ് നാം ഓടുന്നത്? ധനം സമ്പാദനത്തിന് വേണ്ടിയാണോ നാം ഓടുന്നത്? വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണോ? ഡിഗ്രികൾ കൂട്ടുന്നതിന് വേണ്ടിയാണോ നാം ഓടുന്നത്? വിദേശത്ത് ജോലി സമ്പാദിച്ച് ധനം കൂട്ടുക എന്നുള്ള ഉദ്ദേശത്തിലാണോ നാം ഓടുന്നത്? നമ്മുടെ ഓട്ടം എന്തിനു വേണ്ടിയാണ്? നമ്മൾ എപ്പോഴെങ്കിലും ആത്മീക കാര്യങ്ങൾക്കായി ഓടിയിട്ടുണ്ടോ? യേശുക്രിസ്തുവിനെ ദർശിക്കുന്നതിന് വേണ്ടി ഓടിയിട്ടുണ്ടോ? പള്ളിയിൽ ആരാധനയ്ക്ക് സമയം പോകുന്നു, ഞാൻ അല്പം താമസിച്ചു പോയി എന്ന് പറഞ്ഞ് ആരാധനയ്ക്ക് വേണ്ടി നിങ്ങൾ എപ്പോഴെങ്കിലും ഓടിയിട്ടുണ്ടോ? അപ്പോൾ ഈ ദൈവത്തിൻ്റെ വചനത്തിൽ നാം സക്കായി എന്ന് പറയുന്നതായ ഒരു വ്യക്തിയെ കാണുന്നുണ്ട്. സക്കായിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ വേഗം ഇറങ്ങി എന്നാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ കാണുന്നതിന് വേണ്ടി അവൻ അത്തിമരത്തിൽ നിന്നും വേഗത്തിൽ താഴേക്ക് ഇറങ്ങി എന്നാണ്. അപ്പോൾ യേശുക്രിസ്തുവിനെ കാണുന്നതിന് വേണ്ടി വേഗത്തിലുള്ളതായ ഇറക്കം, വേഗത്തിലുള്ളതായ ഓട്ടം നമ്മുടെ ജീവിതത്തിൽ വളരെയധികം അത്യന്താപേക്ഷിതമാണ്. അപ്പോസ്തലനായ പത്രോസ് യേശുക്രിസ്തുവിനെ കാണുവാൻ തക്കവണ്ണം, യേശുക്രിസ്തുവിൻ്റെ ശവശരീരം എങ്കിലും കാണുവാൻ തക്കവണ്ണം ശവശരീരം വെച്ചിരിക്കുന്നതായ കല്ലറയിലേക്ക് ഓടുന്നതായിട്ടാണ് നാം യോഹന്നാൻ്റെ സുവിശേഷം 20:4 വായിച്ചത്. ഇനിയും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും, അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്നും പത്രോസിന് ലഭിക്കുന്നതായ ഒരു ദൂത്, പത്രോസിനൊരു ദൂത് സ്വർഗത്തിൽ നിന്നും ലഭിക്കുന്നത് നാം മർക്കോസ് 16:7 വായിക്കുന്നു. 16:7 മർക്കോസിൻ്റെ സുവിശേഷം 16:7 നിങ്ങൾ പോയി അവൻ്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകുന്നു എന്ന് പറയുവീൻ. അവൻ്റെ ശിഷ്യന്മാരോട് പറയുക, എന്നിട്ട് പത്രോസിൻ്റെ പേര് എടുത്തു പറയുക. 12 പേരിൽ തുല്യരിൽ മുന്നിൽ നിന്ന ഒരു വ്യക്തിയായിരുന്നു പത്രോസ്. 12 പേരും തുല്യരാണെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു വ്യത്യാസമുണ്ടെങ്കിൽ ആ വ്യത്യാസം പത്രോസിനുണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നത്തക്ക വിധത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ അനേക സ്ഥലങ്ങളിലും വാക്യങ്ങളുണ്ട്. ഇവിടെ നോക്കിക്കേ, നിങ്ങൾ പോയി അവൻ്റെ ശിഷ്യന്മാരോടും, പ്രത്യേകിച്ച് ആരോട്? പത്രോസിനോടും അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോകുവീൻ എന്ന് പറവീൻ എന്ന് ദൂതൻ ഇവരോട് സംസാരിക്കുകയാണ്. സ്വർഗത്തിൽ നിന്നും പത്രോസിന് ഒരു ദൂത് ലഭിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും യേശുക്രിസ്തുവിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് ഒരു പ്രത്യേക ദൂത് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? ദൈവം നിങ്ങളോട് പ്രത്യേകമായി ഏതെങ്കിലും സമയത്ത് സംസാരിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ഇനിയും 5-ാമത്തെ ഭാഗത്തിലേക്ക്, പത്രോസിൻ്റെ ഉയർച്ചയുടെ 5-ാമത്തെ പടിയിലേക്ക് നമുക്ക് പോകാം. പത്രോസിൻ്റെ ഉയർച്ചയുടെ 5-ാമത്തെ പടി എന്ന് പറയുന്നത് പത്രോസിന് യേശുക്രിസ്തുവുമായി ഉണ്ടായ വ്യക്തിപരമായ ഒരു കൂടിക്കാഴ്ചയാണ്. പത്രോസിന് വ്യക്തിപരമായി യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു. പത്രോസ് മാത്രമുള്ള സ്ഥലത്ത് യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടുകയാണ്. കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റ് ശീമോന് പ്രത്യക്ഷനായി എന്ന് കൂടിയിരുന്ന് പറയുന്ന 11 കൂടെയുള്ളവരെയും കണ്ടു. ലൂക്കോസ് 24:34. കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, പത്രോസിന് പ്രത്യേകമായി പ്രത്യക്ഷപ്പെട്ടു എന്ന് ബാക്കി 11 പേര് ഒരുമിച്ചിരുന്ന് പറയുന്നത് കേട്ടു എന്നാണ് ഈ വാക്യത്തിൽ വായിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ
നമ്മൾ സഭയിൽ ആരാധനയ്ക്ക് പോകും, പാട്ട് പാടും, കുടുംബ പ്രാർത്ഥന നടത്തും, കൺവെൻഷനുകളിലൊക്കെയും പങ്കെടുക്കും. നമ്മൾ അങ്ങനെയുള്ളതായ കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ ഒരുമിച്ചിരുന്ന് ചെയ്യും. എന്നാൽ യേശുക്രിസ്തുവുമായി വ്യക്തിപരമായി ഒരു സംഭാഷണം, യേശുക്രിസ്തുവുമായി വ്യക്തിപരമായ ഒരു മീറ്റിംഗ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് വളരെയധികം ആവശ്യമാണ്. ആ ഒരു മീറ്റിംഗാണ് പത്രോസിനുണ്ടായത്, ഒരു കൂടിക്കാഴ്ച, യേശുക്രിസ്തുവുമായി വ്യക്തിപരമായ ഒരു കൂടിക്കാഴ്ച. നമ്മുടെ രാജ്യത്തിലെ പ്രധാനമന്ത്രി ഏതെങ്കിലും ഒരു യോഗത്തിൽ പ്രസംഗിക്കുന്നത് അവിടെ ഇരിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരുടെ കൂട്ടത്തിൽ നമ്മളും കൂടിയിരുന്ന് കാണുന്നത് പോലെ അല്ല പ്രധാനമന്ത്രിയുമായി നമുക്ക് വ്യക്തിപരമായി ഒരു കൂടിക്കാഴ്ച ലഭിക്കുന്നത്. പ്രധാനമന്ത്രിയുമായി വ്യക്തിപരമായി നമുക്കൊരു കൂടിക്കാഴ്ച ലഭിക്കുന്നു എന്നാലോചിച്ച് നോക്കിക്കേ, ചിന്തിച്ച് നോക്കിക്കേ. നാം എത്രയോ സന്തോഷിക്കും ആ കാര്യത്തിൽ, എത്രമാത്രം അഭിമാനിക്കും. ഈ ലോകത്തിൻ്റെ സൃഷ്ടിതാവായ ക്രിസ്തുവുമായി വ്യക്തിപരമായി ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുവാൻ സാധിക്കുമെങ്കിൽ അതെത്രയോ മഹോന്നതമായ കാര്യമാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. നാം പലപ്പോഴും ചെയ്യാറുള്ളത്, നമ്മളെന്താ ചെയ്യുന്നത്? നമ്മൾ ക്രൗഡിനെ ഫോളോ ചെയ്യുകയാണ് ചെയ്യുന്നത്. വലിയ ജനക്കൂട്ടത്തെയാണ് നമുക്ക് വേണ്ടുന്നത്, വലിയ ജനക്കൂട്ടം. നമ്മുടെ പള്ളിയിൽ ആളുകൾ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ നിരാശയാണ്. നമ്മുടെ പള്ളിയിൽ ആൾ കുറവ്, അതുകൊണ്ട് അങ്ങേവശത്തെ പള്ളിയിൽ ഒരുപാട് ജനമുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. നമുക്ക് വലിയ ജനക്കൂട്ടത്തെയാണ് ആവശ്യമുള്ളത്. പക്ഷേ ജനക്കൂട്ടത്തെ അല്ല, യേശുക്രിസ്തുവിനെയാണ് നമുക്ക് വേണ്ടുന്നത്. യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ഏകനായി പോയി സംസാരിക്കുവാൻ, അവനുമായി ഏകനായി സംഭാഷണം നടത്തുവാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ, പ്രാർത്ഥിക്കുവാൻ നമുക്ക് സമയം ഈ ലോകത്തിൽ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും പ്രാധാന്യമുള്ളതായ സമയമാണ്, ഏറ്റവും ഭാഗ്യമുള്ളതായ ഒരു അനുഭവമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോസ്തലനായ പത്രോസിൻ്റെ തിരിച്ചുവരവിൻ്റെ 6ാമത്തെ പടി എന്ന് പറയുന്നത് ദൈവവേലയ്ക്ക് വേണ്ടി പരസ്യമായി പത്രോസ് പുനഃസ്ഥാപിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി പത്രോസിനെ യേശുക്രിസ്തു പരസ്യമായി പുനഃസ്ഥാപിക്കുന്നു, തിരിച്ചു കൊണ്ടുവരുന്നു. അവർ പ്രാതൽ കഴിച്ച ശേഷം, ഞാൻ വായിക്കട്ടെ, യോഹന്നാൻ്റെ സുവിശേഷം 21:15 മുതൽ 17 വരെയുള്ളതായ വാക്യങ്ങൾ. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ ഇരുന്ന് പ്രാതൽ കഴിക്കുന്നതായ ഒരവസ്ഥ നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ. കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ ഇരുന്ന് പ്രാതൽ കഴിക്കുക, ഭക്ഷണം കഴിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ ലോകത്തിലെ ഒരു രാഷ്ട്രീയക്കാരൻ്റെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കാൻ സാധിച്ചാൽ നിങ്ങൾ എത്രമാത്രം അതിൽ അഭിമാനിക്കും. ഞാൻ കണ്ടിട്ടുണ്ട് ചില വീടുകളിൽ രാഷ്ട്രീയക്കാരുടെ കൂടെയോ സിനിമാക്കാരുടെ കൂടെയോ നിന്നിട്ട് ആ വീട്ടുകാരൻ അല്ലെങ്കിൽ വീട്ടുകാരിക്ക് എടുക്കാൻ സാധിച്ചിട്ടുള്ളതായ ചിത്രങ്ങൾ അവർ വളരെ അഭിമാനപൂർവ്വം അവരുടെ ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്നത്. അവർ ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്നതിന് ഒരു ഉദ്ദേശമേ ഉള്ളൂ, എനിക്ക് രാഷ്ട്രീയ മേഖലയിൽ സ്വാധീനമുണ്ട് എന്ന് എൻ്റെ വീട്ടിൽ വരുന്നവർ മനസ്സിലാക്കണം. അത്രമാത്രമേ അതിനുള്ളൂ. ഞാൻ വലിയ ആളാണ്. യേശുക്രിസ്തുവുമായി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഭാഗ്യമുള്ളതായ ഒരു കാര്യമാണ്. അപ്പോസ്തലനായ പത്രോസിന് ആ ഭാഗ്യമാണ് ലഭിച്ചത്. പത്രോസ് യേശുക്രിസ്തുവിനോടൊപ്പം പ്രാതൽ കഴിച്ചു. അതിനുശേഷം യേശു പറഞ്ഞത്, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്ക എന്ന് അവനോട് പറഞ്ഞു. യോഹന്നാൻ 21:15 മുതൽ 17 വരെയുള്ളതായ ഭാഗത്താണ് നാം ഇത് കാണുന്നത്. കർത്താവ് അവനോട് 3 പ്രാവശ്യം ഇത് ചോദിച്ചു. 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞതുകൊണ്ട് 3 പ്രാവശ്യം നീ എന്നെ സ്നേഹിക്കുന്നുവോ, നീ എന്നെ സ്നേഹിക്കുന്നുവോ, നീ എന്നെ സ്നേഹിക്കുന്നുവോ, ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് കർത്താവ് പത്രോസിനോട് ചോദിച്ചു എന്നാണ് വിദ്യാർത്ഥികൾ അതിനെക്കുറിച്ച് പറയുന്നത്. എന്നിട്ട് കർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, നിനക്കറിയാമല്ലോ എന്ന് പത്രോസ് പറഞ്ഞപ്പോൾ കർത്താവ് പറയാണ്, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക, എൻ്റെ ജനത്തെ ഞാൻ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു, നീ മേയ്ക്കുക, ദൈവവേലയ്ക്ക് വേണ്ടി നീ ദൈവവേല ചെയ്യുക എന്ന് പറഞ്ഞ് പത്രോസിനെ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി യേശുക്രിസ്തു സ്ഥാപിക്കുകയാണ്, യേശുക്രിസ്തു നിയമിക്കുകയാണ് ചെയ്യുന്നത്. ഇതുകൊണ്ട് പത്രോസിന് മറ്റ് ശിഷ്യന്മാരെക്കാൾ പ്രാധാന്യമുണ്ടെന്നോ, പത്രോസ് അപ്പോസ്തലനായ പൗലോസിനേക്കാളോ ഇതര ശിഷ്യന്മാരെക്കാളോ വലിയവനായെന്നോ ഒന്നും ദൈവത്തിൻ്റെ വചനത്തിൽ നാം വായിക്കുന്നില്ല. അത് പറയാനുമല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ആത്മീക ജീവിതത്തിൽ തകർന്നു പോയതായ പത്രോസിനെ ആത്മീക ജീവിതത്തിൽ പുനരുദ്ധാരണം ചെയ്ത് യഥാസ്ഥാനപ്പെടുത്തുവാൻ തക്കവണ്ണം യേശുക്രിസ്തു നടത്തിയതായ ചില കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. പത്രോസിനെ കർത്താവ്
തൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ച് വേർതിരിക്കുകയാണ്. നമുക്കറിയാം, കർത്താവിൻ്റെ വേല ചെയ്ത് അപ്പോസ്തലനായ പത്രോസ് തൻ്റെ ജീവിതം അവസാനം കർത്താവിന് വേണ്ടി സമർപ്പിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. അവൻ അവസാനം കൊല ചെയ്യപ്പെടുകയാണ്. ചരിത്രകാരന്മാർ പറയുന്നത് അവൻ ക്രൂശിക്കപ്പെട്ടുവെന്നാണ്. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടതുപോലെ ക്രൂശിക്കപ്പെടുവാൻ എനിക്ക് യോഗ്യതയില്ലായകയാൽ നിങ്ങളെന്നെ തല താഴോട്ട് വെച്ച് ക്രൂശിക്കണമേ എന്ന് പത്രോസ് പറഞ്ഞതായും അങ്ങനെ ക്രൂശിക്കപ്പെട്ടതായും ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. വാസ്തവം എന്താണ് എന്ന് നമുക്കറിയത്തില്ല, പക്ഷേ ചരിത്രകാരന്മാർ അങ്ങനെ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് പത്രോസിൻ്റെ ഇഹലോക ജീവിതത്തിൻ്റെ അന്ത്യം സംഭവിക്കുന്നത്. പത്രോസിൻ്റെ തിരിച്ചുവരവിൻ്റെ അവസാനത്തെ കാര്യം, 7ാമത്തെ കാര്യം, യേശു ക്രിസ്തുവിനെ അവൻ ധൈര്യത്തോടുകൂടെ സാക്ഷിക്കുന്നു എന്നുള്ളതാണ്. അപ്പോസ്തല പ്രവൃത്തി 3:11 മുതൽ 14 വരെയുള്ളതായ ഭാഗത്ത് അത് കണ്ടിട്ട് പത്രോസ് ജനങ്ങളോട് പറഞ്ഞത്, ഇസ്രായേൽ പുരുഷന്മാരെ, ഇതിങ്കൽ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ നടക്കുമാറാക്കി എന്ന പോലെ ഞങ്ങളെ ഉറ്റുനോക്കുന്നതും എന്ത് എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെ അവൻ പ്രകീർത്തിക്കുകയാണ്, അവൻ പ്രസംഗിക്കുകയാണ്. അവൻ്റെ ഒരു പ്രസംഗത്തിൽ മാനസാന്തരപ്പെട്ടത് 3000 പേരാണ്. ഒരു പ്രസംഗത്തിൽ, അപ്പോസ്തലനായ പത്രോസിൻ്റെ ഒരു പ്രസംഗത്തിൽ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വന്നത് 3000 പേരാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോസ്തലനായ പത്രോസ് കർത്താവിൻ്റെ ദാസനായി മാറിയപ്പോൾ അവനിൽ നിന്നും ഭയം നീങ്ങിപ്പോയി. നേരത്തെ ഭയപ്പെട്ട്, യേശുവിൻ്റെ കൂടെ പോകുവാൻ ഭയപ്പെട്ട് അവനിൽ നിന്നും എത്രയോ പുറകെ നിന്ന് പിൻചെന്നു എന്ന് നാം വായിച്ചതാണ്, നാം പഠിച്ചതാണ്. ഇപ്പോൾ അവന് ധൈര്യമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവൻ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നതായ ഒരു വ്യക്തിയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി ധൈര്യമായി സാക്ഷീകരിക്കുവാൻ, യേശു ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുവാൻ, യേശു ക്രിസ്തുവിന് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുവാൻ, അങ്ങനെ മരിക്കുവാൻ പത്രോസ് മുന്നോട്ട് വന്നു. അങ്ങനെ മരിച്ചു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ആത്മീക ജീവിതത്തിൽ തകർച്ച സംഭവിക്കുക എന്ന് പറയുന്നത് സാധാരണമാണ്. ഏതു മനുഷ്യനും തകരും, ഏതു മനുഷ്യനും വീഴും. എന്നാൽ അവിടെ നിന്നും എഴുന്നേറ്റ് പുനഃസ്ഥാപിക്കപ്പെടുക എന്നുള്ളത് ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആവശ്യമുള്ളതായ, അത്യാവശ്യമായ, പ്രാധാന്യമർഹിക്കുന്നതായ ഒരു കാര്യമാണ്. നമ്മളെ നല്ല വസ്ത്രം ധരിപ്പിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മളെ കഴുകി ശുദ്ധീകരിച്ച് അവൻ്റെ ദാസനും ദാസിയുമാക്കി മാറ്റുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അങ്ങനെ നാം ദൈവത്തോട് പ്രാർത്ഥിച്ച് അവനുമായിട്ടുള്ള ബന്ധത്തെ പുതുക്കി നമുക്ക് മുൻപോട്ട് പോകാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, സ്വർഗീയ പിതാവേ, നിൻ്റെ വചനത്തിൽ നിന്നും അടിയങ്ങളെ കേൾപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ശിഷ്യന്മാരായി, ദൈവത്തിന് കൊള്ളാവുന്നവരായി ദൈവത്തിൻ്റെ വഴിയെ നടക്കുവാൻ അടിയങ്ങളെ സഹായിക്കുമാറാകണമേ. തിരുവചനത്തിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾ കേൾക്കുന്നതായ ഈ തിരുവചനത്തെക്കുറിച്ച് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടാകാം, കൂടുതൽ അറിയണം എന്ന ആഗ്രഹമുണ്ടാകാം, ചോദ്യങ്ങളുണ്ടാകാം. ദയവായി ഞങ്ങളുമായി നിങ്ങൾ ബന്ധപ്പെടുക. ഞങ്ങൾക്ക് സഹായിക്കുവാൻ സാധിക്കുന്ന വിധത്തിൽ നിങ്ങളുടെ ആത്മീയ കാര്യങ്ങളിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. പുസ്തകങ്ങൾ അയച്ചു തരാം. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ടതായ വിലാസം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളുടെ ആത്മാവോടുകൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.